നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിലെ പ്രധാനപ്പെട്ട മാപ്രകളൊക്കെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗുജറാത്തിൽ നിന്നുള്ളൊരു വാർത്തയാണ്. ഗുജറാത്തിലെ ഹൈക്കോടതി 38 പേരുടെ വധശിക്ഷ ശരിവെച്ചു എന്ന വാർത്തയാണ്. 11 പേർക്ക് ജീവപര്യന്തം, അതും അവർ ശരിവെച്ചു. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2008 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന സ്ഫോടന പരമ്പരകൾ ആശുപത്രി കേന്ദ്രീകരിച്ചൊക്കെയാണ് ആ സ്ഫോടനം നടത്തിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ച് സ്ഫോടന പരമ്പര അരങ്ങേറിയത്. അന്ന് 56 നിരപരാധികൾക്ക് അവരുടെ ജീവൻ നഷ്ടമായി. വേറെയും കുറേ നിരപരാധികൾക്ക് ഗുരുതരമായ പരിക്കുകളും മറ്റുമൊക്കെ പറ്റി. തുടർന്ന് അതിൻ്റെ അന്വേഷണം നടത്തിയപ്പോഴാണ് 49ഓളം പ്രതികളെ പ്രത്യേക കോടതിയാണ് ശിക്ഷിച്ചതെന്ന് ഓർക്കണം. 38 പേർക്ക് വധശിക്ഷയും 11 പേർക്ക് ജീവപര്യന്തമാണ്. അപ്പോൾ ഈ വാർത്ത കേരളത്തിൽ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ വാർത്തയുടെ ഉള്ളടക്കം എന്താണ് എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിൽ തന്നെ കൊടുക്കണം. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 38 പേർക്ക് വധശിക്ഷ ശരിവെച്ചു ഗുജറാത്തിലെ ഹൈക്കോടതി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോവേണ്ട വാർത്തയല്ല അത്. അതിൽ 3 പേര് മലയാളികളാണ് എന്ന് കൃത്യമായും എടുത്തു പറയുക തന്നെ വേണം. 2 പേർ ഈരാറ്റുപേട്ടക്കാരാണ്, ഒരാൾ മലപ്പുറമാണ്. ഈ 3 പേർക്ക് വധശിക്ഷയാണെങ്കിൽ മറ്റൊരു മലയാളി കൂടി ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അത് ജീവപര്യന്തമാണ്. അയാൾ ആലുവ സ്വദേശിയാണ്. ഇനി ഇവരുടെ പേരുകൾ ഞാൻ വായിക്കാം. ഈരാറ്റുപേട്ട സ്വദേശികളായിട്ടുള്ള ഒരു ശിബിലി, പിന്നെ അവൻ്റെ സഹോദരനായിട്ടുള്ള ഒരു ഷാദുലി. ഇവരെ 2 പേരുടെയും പ്രായം, മൂത്താളുടെ പ്രായം 43, ഇളയവൻ്റെ പ്രായം 41. അത് ഇപ്പോഴത്തെ പ്രായമാണ്. ഇവർക്ക് ഈ സംഭവം നടക്കുമ്പോൾ എന്തായിരുന്നു പ്രായം എന്നൊന്നും നിങ്ങൾ ചിന്തിച്ചു നോക്കുക. 25 വയസ്സ് താഴെയാണ്. ആ പ്രായത്തിലാണ് അവർ അത്രയും കൊടും ക്രൂരത ഈ രാജ്യത്തോട് ചെയ്തത്. ഇനി വേറൊരാളുള്ളത് ED ഷറഫുദ്ദീൻ എന്ന മലപ്പുറം സ്വദേശിയാണ്. ഇനി ഒരാളുള്ളത് ആലുവ സ്വദേശി മുഹമ്മദ് അൻസാറാണ്. 2008 എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയൊന്നും അധികാരത്തിലില്ല, ഭരിക്കുന്നത് മൻമോഹൻ സിംഗൊക്കെയാണ്. അപ്പോൾ ഈ സംഘപരിവാറിനോട് BJPയോടും ഒക്കെ ആയിട്ടുള്ള പക തോന്നിയിട്ടാണ് ഈ സ്ഫോടന പരമ്പര നടത്തിയതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 2008 അന്ന് ഇവിടെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 2 വിഭാഗങ്ങളൊക്കെ തമ്മിൽ നടക്കുന്ന പോലുള്ള സ്പർദ്ധയും മറ്റുമൊന്നും ഇല്ലാത്ത കാലത്ത് ഇവർക്കൊക്കെ ഈ 22ഉം 23ഉം ഒക്കെ പ്രായമുള്ളായിരുന്ന ആ സമയത്ത് അത്രയും ചെറുപ്പമായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ബോംബ് സ്ഫോടന പരമ്പരയുടെ കാര്യമാണ്. അതിൻ്റെ യാഥാർത്ഥ്യഭാവത്തോടു കൂടി തന്നെ ഇവിടുത്തെ മാധ്യമങ്ങൾ അവതരിപ്പിക്കേണ്ടതായിരുന്നു. അവിടെ 38 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ട്. ആ വധശിക്ഷ ശരിവെച്ച് ഗുജറാത്ത് ഹൈക്കോടതി എന്ന് പറയുമ്പോൾ അതിൽ 3 പേർ മലയാളികളാണ് എന്ന് എടുത്ത് തന്നെ പറയേണ്ടിയിരുന്നു. കാരണം ലോകത്ത് എവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു മലയാളി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് പർവ്വതീകരിച്ച് പൊക്കിപ്പറഞ്ഞ് അവൻ രാവിലെ എഴുന്നേറ്റ് കഴിക്കുന്ന അച്ചപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും പാലപ്പത്തിൻ്റെയും വരെ കണക്കുകൾ എടുത്തു പറയുന്ന മാധ്യമങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഈ കേരളം. പക്ഷേ അവിടുത്തെ മാധ്യമങ്ങൾ പോലും, ഞാൻ മനോരമ അടക്കമുള്ള 1-2 മാധ്യമങ്ങൾ വായിക്കുകയുണ്ടായി. അതിൽ ഈ 38 പേർക്ക് വധശിക്ഷ വിധിച്ചത് ശരിവെച്ചു എന്ന് പറഞ്ഞു ഉണ്ട്. പക്ഷേ അതിൽ 3 മലയാളിയാണ് എന്ന് ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ആലോചിച്ച് നോക്കൂ, ഇതാണോ ഇവർ ചെയ്യേണ്ടിരുന്നത്? ഇവിടുത്തെ 3 മലയാളികളെ ഗുജറാത്ത് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എന്ന വാർത്ത ഇവിടെ വലിയ പ്രാധാന്യത്തോട് തന്നെ കൊടുക്കേണ്ടതാണ്. പക്ഷേ മാപ്രകൾ അത് ചെയ്തില്ല.